അയോധ്യ രാമസ്വാമി ക്ഷേത്രത്തിലെ രണ്ടാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാന ദിവസം ഇന്നാണ്. സീതാസമേതനായുള്ള ശ്രീരാമ വിഗ്രഹം ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിലെ രാം ദർബാറിൽ രാവിലെ 11 മണിയോടെ പ്രതിഷ്ഠിക്കും. ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മവും ഇതിനൊപ്പം നടക്കും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാന സാന്നിധ്യമാകും. ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, 11 മണിയോടുകൂടിയാണ് പ്രതിഷ്ഠാ കർമ്മം നടക്കുക. അതിന് മുന്നോടിയായി എന്തൊക്കെ ചടങ്ങുകൾ ഇന്ന് പ്രധാനമായി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാം പ്രാണപ്രതിഷ്ഠയാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠ നടന്നതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇനിയും അവിടെ ബാക്കിയുണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് രാം ദർബാറിൽ 11 മണിയുടെ ഒന്നാം നിലയിലുള്ള സ്ഥലമാണ് ഈ രാം ദർബാർ. അവിടെയാണ് സീതാസമേതനായുള്ള ശ്രീരാമ പ്രതിഷ്ഠ നടക്കുക. യോഗി ആദിത്യനാഥാണ് യജമാന സാന്നിധ്യം ആവുക. കഴിഞ്ഞ 3 ദിവസമായി അവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുന്നോടിയായി ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ ദിവസം എന്തൊക്കെ ചടങ്ങുകൾ അതിന് മുന്നോടിയായി ഉണ്ട്? വീണ, അയോധ്യയിലെ രണ്ടാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കാണ് ഇന്നിപ്പോൾ ഈ പുണ്യനഗരിയായിട്ടുള്ള അയോധ്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രാവിലെ 11 മണിക്കാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇതിന് മുന്നോടിയായുള്ള മറ്റു ചടങ്ങുകൾ, അതായത് ഈ കളഭഘോഷയാത്ര ഉൾപ്പെടെയുള്ള ചടങ്ങുകളും മറ്റ് മന്ത്രോച്ചാരണങ്ങൾ ജപിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ അയോധ്യ ക്ഷേത്രത്തിനകത്തും അതോടൊപ്പം തന്നെ നഗരത്തിലുമൊക്കെയായി നടന്നു വരുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് രാവിലെ 11 മണിക്ക് രാം ദർബാറിലും അതോടൊപ്പം തന്നെ ഏതാണ്ട് 7 ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും പ്രാണപ്രതിഷ്ഠയാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ വിശിഷ്ട അതിഥിയായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാകും ഈ ചടങ്ങുകൾ രാമക്ഷേത്രത്തിനകത്ത് നടക്കുക. നമുക്കറിയാം, അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ പ്രധാനപ്പെട്ട ശ്രീകോവിലിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ വർഷം ജനുവരി മാസം 22-ന് നടന്നിരുന്നു. അതിനുശേഷം ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഒന്നാമത്തെ നിലയിലെ രാം ദർബാറാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാം ദർബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഭഗവാൻ ശ്രീരാമൻ്റെയും ലക്ഷ്മണസ്വാമിയുടെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും വിഗ്രഹങ്ങൾ അടങ്ങുന്നതാണ് രാം ദർബാർ. ഭഗവാൻ ശ്രീരാമൻ്റെ ഐതിഹാസികമായ 14 വർഷത്തെ വനവാസ ജീവിതവും അതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പൊതുവെ ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഈ രാം ദർബാറുകൾ പൊതുവെ ഉണ്ടാകാറുണ്ട്. ഏതായാലും അതിൻ്റെ വിശാലമായ ഒരു രാം ദർബാറാണ് ഇപ്പോൾ ഈ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൻ്റെ 1ാം നിലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നു. അതോടൊപ്പമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് ചുറ്റുമായുള്ള 7 ഉപദേവതാ ക്ഷേത്രങ്ങളുടെ പ്രാണപ്രതിഷ്ഠ കൂടി ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്ന് സരയൂ ജയന്തി കൂടിയാണ്. അതൊരു സവിശേഷമായ ദിവസമാണ്. സരയൂ ജയന്തി പൊതുവെ അയോധ്യയിൽ വിപുലമായി ആഘോഷിക്കാറുണ്ട്. അതിനൊപ്പമാണ് ഈ 2ാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്നിപ്പോൾ അയോധ്യയിൽ നടക്കുന്നത്. അതിനാൽ സരയൂ ജയന്തി ആഘോഷം സരയൂ നദിയുടെ തീരത്തും അതോടൊപ്പം തന്നെ അയോധ്യ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടക്കും. അതിനൊപ്പമാണ് ഈ 11 മണി മുതൽ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് അകത്ത് നടക്കുക. അപ്പോൾ ക്ഷേത്രത്തിനകത്തും വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നു. ഒപ്പം പുറത്ത് സരയൂ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള പൊതുപരിപാടികളും നടക്കും. ഇതാണ് ഇന്നിപ്പോൾ അയോധ്യയിലെ വിശേഷിച്ച് നടക്കാൻ പോകുന്ന പരിപാടികൾ. വീണ. ഓക്കെ, ശരി ഗൗതം.